ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെയും യോഗമായിരുന്നു. വളരെ പ്രധാനമായിട്ടുള്ളൊരു തീരുമാനം ഇന്ന് പാർട്ടി ഐക്യകണ്ഠേന 14 ജില്ലാ പ്രസിഡന്റുമാരും സ്റ്റേറ്റ് കമ്മിറ്റിയും ഉൾപ്പെടെ കൃത്യമായ തീരുമാനം ഇന്ന് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1.25-1.5 വർഷമായി ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്റ്റേറ്റ് കൺവീനർ എന്ന നിലക്ക് നമ്മൾ സ്റ്റേറ്റിൽ എല്ലാ ജില്ലകളിലും കമ്മിറ്റി ഉണ്ടാക്കി, നിയോജകമണ്ഡല തലം വരെ കമ്മിറ്റിയായി, പഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റികളായി നന്നായിട്ട് പ്രവർത്തിച്ചു വന്നതാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ഒരു ദേശീയ അഖിലേന്ത്യാ പാർട്ടിയുടെ ആൾ ഇന്ത്യ തൃണമൂലിൻ്റെ ഒരു സ്വാഭാവികമായി കിട്ടേണ്ട പിന്തുണ ഒരു ഘട്ടത്തിലും അവരുടെ ഭാഗത്തുനിന്ന് നൽകപ്പെട്ടിട്ടില്ല. ഒന്ന്, TMCയുമായി ITCയുമായി ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ 1-ാം ഘട്ടത്തിൽ അവർ നൽകിയിരുന്ന പ്രധാനമായിട്ടുള്ള ഉറപ്പുകൾ, കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും നമ്മൾ ഇറങ്ങി വന്ന സാഹചര്യം, ഇടതുപക്ഷത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാഹചര്യം കൃത്യമായി വിശദീകരിക്കുകയും ആൻറ്റി പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ UDFൻ്റെ കൂടെ പിന്തുണ അനിവാര്യമാണ് എന്ന് ലീഡർഷിപ്പിനെ അറിയിക്കുകയും ആ ഒരു ഘട്ടത്തിൽ AITC ഞങ്ങൾക്ക് തന്ന ഉറപ്പ്, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ദേശീയ മുന്നണി, ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബംഗാളിൽ ഉൾപ്പെടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കോൺഗ്രസുമായി അലൈൻ ചെയ്തു പോകുന്നതിൽ ഒരു പ്രയാസം ഇല്ല എന്നതായിരുന്നു അന്നത്തെ അവരുടെ നിലപാട്. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ആ നിലപാടിൽ നിന്ന് അവർ പിന്മാറുന്നതായിട്ടും കോൺഗ്രസുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തെയും പിന്തുണക്കാൻ അവരുടെ രാഷ്ട്രീയം ബംഗാളിൽ അവർക്ക് പ്രയാസമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും അവസാനമായി ഇപ്പോൾ ബേപ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി ഞാൻ ഉള്ളപ്പോൾ പോലും ദേശീയ തലത്തിൽ നിന്നൊരു നേതാവിനെയെങ്കിലും അയച്ചു തരണമെന്ന് പറഞ്ഞതിനും ഒരു കാരണവശാലും കോൺഗ്രസുമായി വേദി പങ്കിടുന്ന ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. തൃണമൂലിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഡർഷിപ്പും കൊടികളും ഒരേ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അത് ബംഗാളിലെ അവരുടെ രാഷ്ട്രീയത്തിന്, അവർ ഉയർത്തുന്ന ആൻറ്റി കോൺഗ്രസ്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ്, ആൻറ്റി BJP രാഷ്ട്രീയത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ് അവസാനമായി അവർ പറഞ്ഞത്. ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയവുമായിട്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഇന്നത്തെ വിഷയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണക്കാതെ ആരെ പിന്തുണക്കുമെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂടിയാലോചനകൾ നടത്തുകയും ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ നേതൃത്വവുമായുള്ള ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ഇന്ന് പ്രമേയം വഴി ഞങ്ങൾ തീരുമാനിച്ചത് പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇനിയൊരു ബന്ധവും ITCയുമായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ സംഘടനയായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നൊരു സ്റ്റേറ്റ് പാർട്ടിയായി മാറുക എന്നതാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ. അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി മെയ് 15-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനമായി സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDFനോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന, ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ വിവരം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇത്രയും കാലം ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ജനങ്ങൾ, ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർ,
ബഹുമാന്യരായ പത്രമാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും ഈ അവസരത്തിൽ ഇത്രയും കാലം നിങ്ങൾ നൽകിയ സപ്പോർട്ടിനും നിങ്ങൾ നൽകിയ സഹായങ്ങൾക്കും നന്ദി അറിയിക്കുക കൂടി ചെയ്യുകയാണ്. UDF-മായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. കാരണം UDF-മായി ചേരാൻ കോൺഗ്രസ് ഇല്ലാത്തൊരു UDF ഇല്ലല്ലോ. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ UDF-മായി പ്രവർത്തിക്കാൻ കഴിയില്ല. ആ ഒരു മതിലുണ്ടാക്കുന്ന പ്രതിസന്ധി അത് പരിഹരിക്കപ്പെടണം. ആ നിലക്ക് തന്നെയാണ് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചത്.